നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി സോമബിംബകാന്തിന്നു ശീതളാംഗമേകി പാർവതി പരിണയയാമമായി ആതിരെ ദേവാംഗനെ കുളിരലയിൽ ഗോരോജനമെഴുതാനണയൂ നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി. ബ്യൂട്ടിഫുൾ. നമ്മളിങ്ങനെ നിങ്ങൾക്ക് ആ ഫീല് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. നേരെ ഇങ്ങനെ വെളുത്തു വരുന്നു, രണ്ട് സൈഡിലും പാടമാണ്, നല്ല പച്ച പുതച്ച പാടശേഖരങ്ങൾ. ആകാശത്തിൽ ഈ നിറങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പാട്ട് പാടാൻ തോന്നും, കവിത ചൊല്ലാൻ തോന്നും. മനോഹരമായ അന്തരീക്ഷമാണ്. സത്യം പറഞ്ഞാല് ചിലപ്പോഴൊക്കെ നമുക്ക് രാവിലെ പുതച്ചു മൂടി കിടന്ന് ഉറങ്ങില്ലേ, ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇനി തുടങ്ങി രാവിലെ ഉണരുക, മോർണിംഗ് വാക്കിനൊപ്പം നമുക്കൊപ്പം വാർത്താ യാത്രയിൽ കൂട്ടുചേരുക. ഹെൽത്തിനും നല്ലതാണ്. ഇതുപോലുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ അത് ആസ്വദിക്കുകയും ചെയ്യാം. അന്നത്തെ ദിവസത്തേക്കുള്ള മുഴുവൻ ചാർജ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 34 ആവുന്നു. 6:34 സമയം. അപ്പൊ മറ്റൊരു വാർത്ത കൂടി വരുന്നു, അതിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, ഒപ്പം KK ഗോപിനാഥൻ എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. സമീർ C മുഹമ്മദ് വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ NM വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കേസ് ഉണ്ടായത്. ആ കേസിൽ അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിലൊക്കെ ചില നേതാക്കളുടെ പേരുകൾ പറഞ്ഞിരുന്നു. അവർക്കെതിരെ കേസുണ്ട്. അപ്പോൾ അതിൽ ജാമ്യാപേക്ഷ ഇപ്പോൾ നീങ്ങുന്നു. അത് കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് ഈ വിഷയം? കോൺഗ്രസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നേതാക്കളോട് എന്താണ് നേരത്തെ നാട്ടിലേക്ക് എത്തുമെന്ന് അറിയിച്ച നേതാക്കളോട് മെല്ലെ എത്തിയാൽ മതി എന്നൊക്കെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുത്തതായൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ കേസിന്റെ ഒരു സ്ഥിതി എന്താണ്? ഇന്ന് എപ്പോഴാണ്, എത്ര മണിക്കാണ് ഈ കേസ്, ഈ ജാമ്യ ഹർജി പരിഗണിക്കുക കോടതി? ഗുഡ് മോർണിംഗ് പ്രജിൻ, സ്മിത. ഇന്ന് ഈ കേസ് 11 മണിയോട് കൂടിയാണ് കോടതി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചിരുന്നു. ആ വേളയിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന കാര്യമാണ് പോലീസിന് കോടതി നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഡയറി ഉൾപ്പെടെ പോലീസ് നൽകിയിരുന്നു. ഒപ്പം തന്നെ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെയുള്ള തെളിവുകളും നൽകിയിരുന്നു. 50 പേരുടെ മൊഴിയെടുത്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് സമീർ C മുഹമ്മദിന്റെ ഓഡിയോയിൽ എന്തോ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കൃത്യമായി അത് കേൾക്കാൻ കഴിഞ്ഞില്ല. അതിൽ ശബ്ദം മുറിഞ്ഞു പോയതാണ്. നമുക്ക് തിരികെ എത്താം, എന്താണ് നോക്കാം. പ്രേക്ഷകരൊക്കെ ഒരുപാട് കമന്റുമായി രംഗത്ത് വരുന്നുണ്ട്. ഇതാ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നു. സ്മിതക്കുട്ടി, ഈ പ്രഭാതത്തിൽ നല്ലൊരു കവിത കൂടി എന്ന് മിനി ബാബു പറയുന്നുണ്ട്. പ്രഭാത കവിത ഉണ്ടോ? പ്രഭാത കവിത ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ നോക്കാവുന്നതാണ്. പോകെ പോകെ ഒരു കവിത വരും. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. അനൂപ്, എനിക്ക് തോന്നുന്നു സമീർ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശബ്ദമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. സമീർ തുടരാം. പ്രജിൻ, IC ബാലകൃഷ്ണൻ MLAയും അതുപോലെ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള 3 പേരും ഇതുവരെ ഇപ്പോഴും ഒരു അജ്ഞാത കേന്ദ്രത്തിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഈ 3 പേരുടെയും അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഈ മാസം 15 വരെ 3 പേരെയും അറസ്റ്റ് ചെയ്യരുത് എന്നായിരുന്നു കോടതി നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മണ്ഡലത്തിൽ എത്തും. IC ബാലകൃഷ്ണൻ MLA മണ്ഡലത്തിൽ എത്തും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിന് പിറകെ ഇതുവരെയും അദ്ദേഹം എത്തിയില്ല എന്ന് മാത്രമല്ല 2 വീഡിയോകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കർണാടകയിൽ ഒരു സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് വന്നതാണ്, താൻ വൈകാതെ മണ്ഡലത്തിൽ എത്തും എന്നായിരുന്നു അദ്ദേഹം നൽകിയ ആ ഒരു വീഡിയോ സന്ദേശം. എന്നാൽ ഇതുവരെയും മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം മണ്ഡലത്തിൽ എത്തുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ നീക്കം. അതേസമയം തന്നെ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ ഈ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും CPIMന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം തുടരുകയുമാണ്. ഏതായാലും ഈ നിർണായക ഘട്ടത്തിലാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ഇവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ടും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. സമീർ C മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. നമുക്ക് അതിനിടയിൽ കുറേ സന്ദേശങ്ങൾ വരുന്നുണ്ട്.
പ്രജിന്റെ പാട്ട് നന്നായി എന്ന് കുറെ പേര് പറയുന്നുണ്ട്. ശരിക്കും നന്നായി. ഈ ഒരു പ്രഭാതത്തിൽ ആ പാട്ട് ആപ്റ്റായിരുന്നു എന്ന് തോന്നി. നല്ല പാട്ടായിരുന്നു. പിന്നെ ക്രിസ്റ്റീനയെ ചോദിക്കുന്നത്, ക്രിസ്റ്റീന ചെറിയാൻ എവിടെ, പ്രവിതാലക്ഷ്മി എവിടെ? അപ്പൊ നമ്മളെല്ലാവരും ആരൊക്കെയാണ് മോർണിംഗ് വാക്കിൽ പങ്കെടുക്കുന്നത്, ഈ നടത്തം ആരെല്ലാം നടക്കുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ മറ്റു പ്രധാന വാർത്തകളിലേക്ക് പോകുന്നു. അതിനുശേഷം ഇനി പോകെ നമുക്ക് സന്ദേശങ്ങളൊക്കെ തന്നെ വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി ഉദ്ഘാടനം നിർവഹിക്കും. ഡൽഹി കോട്ട്ല റോഡിലെ ഇന്ദിരാഗാന്ധി ഭവനാണ് കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ പുതിയ മേൽവിലാസം. 4 പതിറ്റാണ്ടുകാലത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക തീരുമാനങ്ങൾക്കും സംഭവബഹുലമായ ചരിത്രത്തിനും സാക്ഷ്യം വഹിച്ച അക്ബർ റോഡ് 24-ലെ പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്നാണ് കോൺഗ്രസ് പുതിയ മേൽവിലാസത്തിലേക്ക് മാറുന്നത്. ജന്തർ മന്ദർ റോഡിലെ 7-ാം നമ്പർ വസതിയിൽ നിന്ന് കോൺഗ്രസിലെ പിളർപ്പിന് പിന്നാലെ 1978-ലാണ് 24 അക്ബർ റോഡ് എന്ന വിലാസത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തുന്നത്. ഇന്ദിരാഗാന്ധി മുതൽ മല്ലികാർജുൻ ഖർഗെ വരെ 7 അധ്യക്ഷന്മാർ ഇവിടെയിരുന്ന് പാർട്ടിയെ നയിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ്, രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും അപ്രതീക്ഷിത വിയോഗങ്ങൾ, സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം തുടങ്ങി ചരിത്രപരമായ മുഹൂർത്തങ്ങൾക്ക് അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനം വേദിയായി. കോട്ട്ല റോഡിലെ 6 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം. കോൺഗ്രസ് അധ്യക്ഷന് കൂടാതെ AICC ഭാരവാഹികൾക്കും ഓഫീസുകൾ, പാർലമെന്ററി പാർട്ടി നേതാവിനും ലോക്സഭാ കക്ഷി നേതാവിനും പ്രത്യേക ഓഫീസുകളുണ്ടാകും. കോൺഫറൻസ് ഹാളുകൾ, ലൈബ്രറി, ഗവേഷണ കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ്. 2016-ൽ സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷയായ സമയത്താണ് പുതിയ ആസ്ഥാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പാർട്ടി ദേശീയ നേതാക്കൾക്ക് പുറമെ മുൻ മുഖ്യമന്ത്രിമാർ, മുൻ മന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ തുടങ്ങിയവർ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. വിനീത VG 24 ഡൽഹി. നമ്മള് ഇവിടെ നിൽക്കുമ്പോൾ വാർത്തകൾ ഇങ്ങനെ ഗൗരവമേറിയ വാർത്തകളാണെങ്കിൽ പോലും ഞങ്ങൾ ഈ ഒരു പ്രദേശത്തിന്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് അതിലിങ്ങനെ മതിമറന്ന് നടക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ടീം എല്ലാവരും അതെന്നെ പറയാ, എത്ര മനോഹരമാണ് ഈ പ്രകൃതി, പച്ച പുതച്ച പാടങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകിയാണ് ഓർമ്മ വരുന്നത്. കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചൊല്ലി ചൊല്ലി പോകാൻ തോന്നുന്നുണ്ട് എനിക്ക്. സത്യം പറഞ്ഞ അച്ഛനെ ഓർമ്മ വരുന്നു. സത്യം രാവിലെ എഴുന്നേറ്റാൽ അച്ഛന്റെ ഈ കവിത ചൊല്ലൽ കേട്ടാണ് വളർന്നിരുന്നത്. അപ്പൊ ഈ പ്രഭാതത്തിൽ അത് ഓർമ്മ വരുന്നു. കവിതകളാണ് എനിക്ക് തോന്നുന്നത് 6-ലോ 7-ലോ പഠിക്കുമ്പോഴാണ് ഇത് മലയാള പാഠപുസ്തകത്തിൽ നമ്മൾ ഈ കവിത പഠിക്കുന്നത്. അപ്പം ആ ഓർമ്മയിലേക്ക് ഞാനും പോയി. അതെ, എനിക്ക് എന്താ അറിയോ, 5ാം ക്ലാസ് തുടങ്ങി സംസ്കൃതം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ മലയാളം സെക്കൻഡ് ലാംഗ്വേജാ പഠിക്കുക. ഞാൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഇതൊക്കെ അച്ഛൻ ചൊല്ലി കേട്ടതല്ലാതെ പിന്നെ ചേട്ടനെ അച്ഛൻ പഠിപ്പിക്കും. ചേട്ടൻ മലയാളമായിരുന്നു. അപ്പൊ പ്രജിൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ആ കാലത്ത് അതുണ്ടായിരുന്നു പഠിക്കാൻ. ഇതാ നമ്മുടെ ക്യാമറ ടീമിന് പ്രത്യേക നന്ദി എന്ന് പറയുന്നു. കാരണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തി തരുന്നതിന് ഈ പ്രഭാതത്തിൽ നിന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോ ടീമാണ് നമ്മുടെ ക്യാമറ ടീം. അതെ അതെ, നേരം വെളുക്കുമ്പോ തന്നെ നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാ. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. രാവിലെ 10:30 തിരുവനന്തപുരത്താണ് യോഗം. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, തെരഞ്ഞെടുപ്പ് വരണാധികാരി വാനതി ശ്രീനിവാസൻ, ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് എന്നിവർ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. BJP സംഘടനാ സംവിധാനം പരിഷ്കരിച്ചതിന് ശേഷമുള്ള സംഘടനാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 30 സംഘടനാ ജില്ലകളിലേക്കുള്ള അധ്യക്ഷന്മാർ ആരൊക്കെയെന്ന് കോർ കമ്മിറ്റി തീരുമാനിക്കും. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്നലെ പൂർത്തിയായി. ലഭിച്ച വോട്ടുകളും മറ്റ് ഘടകങ്ങളും വിലയിരുത്തിയ ശേഷമായിരിക്കും അധ്യക്ഷന്മാരെ നിശ്ചയിക്കുക. ദേശീയ നേതൃത്വമാണ് ജില്ലാ അധ്യക്ഷന്മാരുടെ പട്ടിക അംഗീകരിക്കുക. കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ആധിപത്യം ഉറപ്പിക്കാനാകും എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ 280 മണ്ഡലം പ്രസിഡന്റുമാരെയും ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി പ്രഖ്യാപിക്കും. അപ്പൊ സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ BJPക്ക് 30 ജില്ലാ അധ്യക്ഷന്മാർ അല്ലെ. 30 ജില്ല എന്ന് പറയുമ്പോൾ ജില്ലകളെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഒരു ജില്ലയിൽ ഒന്നിലധികം ജില്ലാ അധ്യക്ഷന്മാർ ഉണ്ടാകും. ആ രീതിയിലാണ് പുതിയ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഒരു നിലപാട് വരുന്നത്. അതെങ്ങനെയാണ് വർക്കൗട്ട് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം.
അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാകുന്നു എന്നുള്ളതാണ്. യെസ്, ഇനി വളരെ അഭിമാനകരമായ മറ്റൊരു വാർത്തയിലേക്കാണ്. ISROയുടെ 11ാമത് മേധാവിയായി ഡോക്ടർ വി നാരായണൻ ബംഗളൂരുവിലെ ISRO ആസ്ഥാനമായ അന്തരീക്ഷ ഭവനിൽ ഇന്ന് ഔദ്യോഗികമായി ചുമതലയേൽക്കും. കന്യാകുമാരിയിലെ മേലെ കാട്ടുവിളை ഗ്രാമത്തിൽ നിന്നുള്ള ഡോക്ടർ നാരായണൻ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ടാണ് രാജ്യത്തെ ശാസ്ത്രമേഖലയിലെ പരമോന്നത പദവിയിലേക്ക് എത്തുന്നത്. ISROയുടെ ചെയർമാൻ സ്ഥാനം മലയാളികൾക്കായി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ? ഒന്നിനെ പിറകെ ഒന്നായി. എന്തൊരു അഭിമാനമാണ്. കാരണം എത്രയും അത് മാത്രമല്ല, ISRO ഏറ്റവും നൂതനമായ ചില പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്ന സമയത്ത് ആണ് മറ്റൊരു മലയാളി അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. നേരത്തെ ഇപ്പൊ പുറത്തേക്ക് പോകുന്ന ഡോക്ടർ സോമനാഥ് അടക്കമുള്ളവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഘട്ടത്തിൽ വരുന്നുമുണ്ട്. അതെ, അപ്പൊ നമ്മള് കൂടുതൽ വാർത്തകളിൽ നമ്മുടെ വാർത്തായാത്ര ഇങ്ങനെ തുടരുകയാണ്. പച്ച പുതച്ച നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള മനോഹരമായ ഒരു റോഡിലൂടെയാണ് നമ്മുടെ ഈ യാത്ര. ഒരുപാട് പേര് അതിരാവിലെ തന്നെ, നേരം വെളുക്കും മുൻപേ തന്നെ ആളുകളൊക്കെ നടന്ന് തിരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും 5 മണിക്കൊക്കെ തുടങ്ങണം എന്നാ പറയാ മോർണിംഗ് വാക്ക്. അതാണ് കാണുന്നത്. അപ്പോൾ പ്രജിന് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ക്രിസ്റ്റീന ഉള്ളപ്പോൾ കമന്റുകൾ കൂടുതൽ വായിക്കും എന്നെല്ലാവരും പറയാറുണ്ട്. സ്മിത വായിക്കില്ല എന്ന് പറയുന്നു. സ്മിതയുടെ കവിത, ക്യാമറാമാന്റെ വിഷ്വൽസ്, ആഹാ അന്തസ്. പ്രജിന്റെ പാട്ട്, സ്മിതയുടെ കവിത, ക്യാമറാമാന്റെ വിഷ്വൽസ്. അത് ദ ലേസിയസ്റ്റ് ക്വീൻ എന്നാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണോ? പിന്നെ റീന സതീശൻ, നാസർ KP എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മിനി ബാബുവിന്റെ മെസ്സേജ് ഉണ്ട് പതിവ് പോലെ. സുരേഷ് ഒലിച്ചി, കവിത അടിപൊളി എന്ന് പറയുന്നു. സന്തോഷം. അങ്ങനെ മകരവിളക്ക് തത്സമയത്തിൽ 24-നൊപ്പം നിന്ന 69K യൂട്യൂബ് പ്രേക്ഷകർക്കും 24ന്റെ പ്രേക്ഷകരുടെ ഉത്സാഹ കമ്മിറ്റിയുടെ നന്ദി എന്ന് പറയുന്നു. അതെ, ഇന്നലെ എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നത് പോലെ മകരവിളക്ക് ദർശനമായിരുന്നു ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ. അപ്പോൾ പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും മകരവിളക്ക് ദർശിച്ചത് ആയിരങ്ങളാണ്. അതെ, കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കാലാവസ്ഥ അനുകൂലമായതിനാൽ എല്ലാവർക്കും മകരവിളക്ക് ദർശിക്കാൻ കഴിഞ്ഞു. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലായി 10,000-ലധികം തീർത്ഥാടകരാണ് മകരജ്യോതി ദർശിച്ചത്. പുല്ലുമേട് മാത്രം 6,525 പേർ മകരജ്യോതി ദർശനത്തിനെത്തി. സന്നിധാനം, സത്രം, വള്ളക്കടവ് എന്നീ വഴികളിലൂടെയാണ് പുല്ലുമേട്ടിലേക്ക് തീർത്ഥാടകരെത്തിയത്. മണിക്കൂറുകളോളം മകരജ്യോതി ദർശനത്തിനായി കാത്തിരുന്നു. ശരണം വിളിച്ചും കർപ്പൂരം കത്തിച്ചും മകരജ്യോതിയെ വരവേറ്റു. நல்ல தரிசனம், அருமையான தரிசனம் சாமி. ஆமாம், நல்லா இருந்துச்சு, கடவுள் பார்த்தோம். சாமி சரணம். சாமி இது முன்னே போன வருஷம் பார்த்தேன் சாமி. இந்த வருஷம் கண்ணுக்கு குளிச்சு ஐயப்பனோட ஜோதியை மனசார சூப்பரா பார்த்தோம். சுவாமியே சரணம் ஐயப்பா, சுவாமியே சரணப்பா. മകര ജ്യോതി അരുമയാണ് ദർശനം അയ്യപ്പ. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇടുക്കിയിൽ മകരജ്യോതി ദർശനം സാധ്യമായ 3 സ്ഥലങ്ങളിലും ഒരുക്കിയിരുന്നത്. സുരക്ഷയ്ക്കായി മാത്രം 1200 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. എറണാകുളം റേഞ്ച് DIG, ഇടുക്കി SP, ജില്ലാ കളക്ടർ എന്നിവർ പുല്ലുമേട്ടിൽ നേരിട്ടെത്തി ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. സുഗമമായി മകരജ്യോതി ദർശിച്ച് ആയിരങ്ങളാണ് പുല്ലുമേട്ടിൽ നിന്ന് മലയിറങ്ങിയത്. രാത്രിയിൽ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് യാത്ര അനുവദിച്ചില്ല. അടുത്ത തവണയും മകരജ്യോതി സുഗമമായി ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകണമെന്നാണ് ഓരോ തീർത്ഥാടകരും ആഗ്രഹിച്ചത്. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ഇനി ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. യെസ്, അപ്പോ ഇതാ ഗ്രാമത്തിന്റെ ആ ഭംഗി, ഗ്രാമീണ ഭംഗി, അതിന് ഏറ്റവും രസകരമായ, ഏറ്റവും സുന്ദരമായ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് പിറകിലുള്ളത്. കുറെ താറാവുകൾ അല്ലേ? അതാണ് താറാവുകളുടെ വിഹാരം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? തണുത്ത വെള്ളത്തിൽ അവർ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത റിപ്പോർട്ട് വായിക്കാം അല്ലെ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരിൽ മലയാളികളുമുണ്ട്. അത് എവിടെ ഇല്ലാത്തത് അല്ലേ? ലോകം മുഴുവൻ മലയാളികളാണ്. മലയാളി വോട്ടുകൾക്കായി പാർട്ടികൾ രംഗത്തിറക്കുന്നതും മലയാളി നേതാക്കളെ തന്നെ എന്നുള്ളതാണ് പ്രത്യേകത. കസ്തൂർബ നഗറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി K. സുധാകരന്റെ നേതൃത്വത്തിലായിരുന്നു പ്രചാരണം. ഡൽഹിയിലെ വോട്ട് വിശേഷം കാണാം നമുക്ക്.
രാജ്യത്തിന്റെ പലയിടത്തു നിന്നുള്ളവർ ചേക്കേറിയ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ സവിശേഷതകൾ ഏറെയാണ്. അതിലൊന്നാണ് മലയാളി വോട്ടുകൾ. കോൺഗ്രസും BJPയും വോട്ടുറപ്പിക്കാൻ കേരളത്തിലെ നേതാക്കളെ ഈ സമയത്ത് കളത്തിലിറക്കും. മലയാളി സമൂഹം കൂടുതലായുള്ളിടത്ത് കുടുംബസംഗമം പോലുള്ള സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്താണ് പ്രചാരണം. കസ്തൂർബാ നഗറിലെ സ്ഥാനാർത്ഥിയായ അഭിഷേക് ദത്തിന്റെ പ്രചാരണത്തിനെത്തിയ KPCC അധ്യക്ഷൻ K. സുധാകരൻ കോൺഗ്രസിന്റെ സംഭാവനകൾ എണ്ണിപ്പറഞ്ഞു. ഡൽഹിയിലെ ഭരണരംഗത്ത് ഇരുകൂട്ടരും പരാജയപ്പെട്ട് നിൽക്കുന്നവരാണ്. BJP ആയാലും അതെ, ആം ആദ്മി പാർട്ടി ആയാലും അവർ രണ്ടു കൂട്ടരും പരാജയപ്പെട്ട് നിൽക്കുന്നവരാണ്. കോൺഗ്രസിന് അനുകൂലമായ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ, അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നേതൃത്വം ഇവിടെ കോൺഗ്രസിനുണ്ട് എന്നതാണ് എന്റെ ആശ്വാസവും എന്റെ പ്രതീക്ഷയും. ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ കാലം ഓർത്തെടുത്തായിരുന്നു അങ്കമാലി MLA റോജി M. ജോൺ വോട്ട് തേടിയത്. ഞാൻ നേരത്തെ ദീർഘകാലം 10-12 കൊല്ലം ഡൽഹിയിൽ താമസിച്ചിട്ടുള്ള ആളാണ്. ആ കാലഘട്ടത്തിൽ ശ്രീമതി ഷീലാ ദീക്ഷിത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. കോൺഗ്രസ് ഗവൺമെന്റ് ആ കാലഘട്ടത്തിൽ ഡൽഹിയുടെ മുഖച്ഛായ മാറ്റിയത് ഡൽഹിയിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും ഡൽഹി പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം, അതിന്റെ ഒരു തുടർച്ച ഡൽഹിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ കേരള നേതാക്കളുടെ സാന്നിധ്യം സ്ഥാനാർത്ഥി അഭിഷേക് ദത്തിന് സന്തോഷവും ആത്മവിശ്വാസവും പകർന്നു. स्पेशली हमारे लीडर्स का जो स्पेशली केरला से आज के प्रोग्राम के लिए आए हैं. सर, आपकी कम्युनिटी ने हमेशा साथ दिया. കോൺഗ്രസിന്റെ സൗത്ത് ഇന്ത്യൻ ഔട്ട്റീച്ച് മിഷന്റെ ഡൽഹിയിലെ കേരള ഘടകം സംഘടിപ്പിച്ച കുടുംബസംഗമത്തിലാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രചാരണം. 24 ഡൽഹി. മനോഹരമായ ഈ സീപോർട്ട് എയർപോർട്ട് ഫേസ് 2 കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നമ്മൾ മോർണിംഗ് വാക്കിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ ആലോചന എന്നാണ് വാർത്ത. ചെക്ക് പോസ്റ്റിലെ സേവനങ്ങൾ ഓൺലൈൻ ആയതോടെയാണ് ഈ നീക്കം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, പലയിടങ്ങളിലും നമുക്ക് കാണാം ഈ സേവനങ്ങളൊക്കെ തന്നെ ചെക്ക് പോസ്റ്റുകളിൽ ഓൺലൈനായാണ്. പക്ഷെ അത് പൂർണ്ണമായും ഇപ്പോൾ നിർത്താനാണോ തീരുമാനം? അത് ഏത് രീതിയിലാകും അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ചില സമയത്തൊക്കെ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാറുണ്ട്. സ്മിത, പ്രജിൻ, എന്തായാലും ഒരു പ്രപ്പോസൽ മാത്രമാണ്, ഒരു ആലോചന മാത്രമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഇങ്ങനെ നടന്നിട്ടുള്ളത്. കാരണം കാസർഗോഡ് പെർള മുതൽ തിരുവനന്തപുരം അമരവിള വരെ സംസ്ഥാനത്ത് 19 അതിർത്തികളാണ് ചെക്ക് പോസ്റ്റുകൾ ഉള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ. ഇവിടെ മുൻകാലങ്ങളിൽ ഈ ടാക്സ് പിരിക്കുക, അതുപോലെ തന്നെ ഈ അതിർത്തി കടത്തുന്ന വാഹനങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നു. പിന്നീട് ഈ സമയത്തൊക്കെ അതെല്ലാം ഓൺലൈനായിട്ട് മാറി. പെർമിറ്റ് എടുക്കുന്നത് മുതൽ ടാക്സ് അടയ്ക്കുന്നത് മുതലേ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഒരു എൻഫോഴ്സ്മെന്റ് കേന്ദ്രമായിട്ടാണ് ഈ അതിർത്തികളിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്രങ്ങൾ ഇനി പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ആലോചന മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയത്. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ നിലവിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കുറച്ചു സമയം കഴിയുമ്പോൾ ഗതാഗത മന്ത്രിക്ക് കൈമാറും. ഗതാഗത മന്ത്രി പിന്നീട് അത് സർക്കാരിന് കൈമാറും. കാരണം ഇത് ഒരു ഇൻകം ജനറേഷൻ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കുക, ധനവകുപ്പായിരിക്കും. എന്തായാലും ഇത്തരത്തിലൊരു പ്രപ്പോസലാണ് ഇനി ഗതാഗത വകുപ്പിന് കൈമാറാൻ ആലോചിക്കുന്നത്. ആ പ്രപ്പോസൽ വിവരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു ആലോചനയാണ് നടക്കുന്നത്. സജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് കൂടി പെട്ടെന്ന് പോകുന്നു. മുനമ്പം ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് വഖഫ് ബോർഡിന്റെ നിലപാട് കേൾക്കും. വഖഫ് ബോർഡിനായി മുതിർന്ന അഭിഭാഷകൻ സുഗുണപാലൻ ഹാജരാകും. കഴിഞ്ഞ തവണ നടത്തിയ ആദ്യ സിറ്റിംഗിൽ ഫാറൂഖ് കോളേജ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. വഖഫ് ഭൂമി അല്ല എന്നായിരുന്നു ഫാറൂഖ് കോളേജിന്റെ നിലപാട്. ഈ മാസം 22 സിറ്റിംഗ് അവസാനിക്കും. ഫെബ്രുവരിയിൽ റിപ്പോർട്ട് നൽകാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ തീരുമാനം. ഇപ്പോൾ മോർണിംഗ് വാക്ക് നമ്മൾ പൂർത്തിയാക്കാൻ സമയമായിരിക്കുകയാണ്.